നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ LIC. LIC 1:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. LICയുടെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡറിനും ഒരു ഷെയർ കൂടി ബോണസായി ലഭിക്കും. ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ഈ ബോണസ് പ്രഖ്യാപനം വഴി LICയുടെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ 6,324 കോടിയിൽ നിന്നും 12,649 കോടിയായി വളർന്നേക്കും. കൂടാതെ LICയുടെ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഷെയർ ഹോൾഡിംഗ് ഇരട്ടിയായി മാറുകയും ചെയ്യും. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും LIC ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ്. റെഗുലേറ്ററി ഫില്ലിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 9 മാസം കൊണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 33,998 കോടിയായി ഉയരുകയും കമ്പനിയുടെ റവന്യൂ 46,449 കോടിയായി മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. LIC എന്ന സ്റ്റോക്ക് ബോണസ് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കും. ഇനി LICയുടെ പെർഫോമൻസ് നോക്കിയാൽ പെർഫോമൻസിലും സ്ട്രെങ്ത് കാണാൻ സാധിക്കും. LIC അതിൻ്റെ 52 വീക്ക് ലോയായ 721 നിന്നും ഉയർന്ന് 800 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. LIC 2026 ഹൈയിൽ നിന്നും ഇപ്പോഴും 5% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇയർ ടു ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാലും സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതേസമയം കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻ കൊണ്ട് സ്റ്റോക്ക് 9% ഉയരുകയും ചെയ്തു. 1:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാളെ LIC മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്ക് ആനന്ദ് റാഠിയാണ്. ആനന്ദ് റാഠിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് നാളെ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. കമ്പനിയുടെ റവന്യൂ 28.1% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 255 കോടിയായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 199 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു കമ്പനി നേടിയത്. EBITDA 51.4% വർദ്ധിച്ച് 110 കോടിയായി മാറുകയും EBITDA മാർജിൻ 43.2% ഉയരുകയും ചെയ്തു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഇരട്ടിയായി. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 125% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 41.6 കോടിയായി മാറി. പ്രോഫിറ്റ് മാർജിൻ 16.2% ഉയർന്നത് കമ്പനിയുടെ സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ലിവറേജിനെയും ഇംപ്രൂവ്ഡ് പ്രോഫിറ്റബിലിറ്റിയെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബ്രോക്കേജ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളിൽ നിന്നുള്ള റവന്യൂ 14.5% വർദ്ധിച്ച് 120 കോടിയായി മാറി. മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി വഴി കമ്പനിയുടെ റവന്യൂവിൽ ഷാർപ്പ് വർധനവുണ്ടായിട്ടുണ്ട്. MTF അല്ലെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി വഴിയുള്ള ഇൻട്രസ്റ്റ് ഇൻകം 50.2% വർദ്ധിച്ച് 43.2 കോടിയായി മാറുകയും ചെയ്തു. ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ വഴിയുള്ള റവന്യൂ 34.3% വർദ്ധിച്ച് 35.3 കോടിയായി മാറി. കൂടാതെ റവന്യൂ ഫ്രം അതർ ഇൻകം 43.8% വർദ്ധിച്ച് 57 കോടിയായി ഉയരുകയും ചെയ്തു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10% വർദ്ധിച്ച് 932 കോടിയായി മാറി. EBITDA, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നിവ 22%, 25% ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ 5 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബർ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 432 രൂപയ്ക്ക് അടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡായ കമ്പനി പിന്നീട് 794 രൂപ എന്ന 52 വീക്ക് ഹൈയിലേക്ക് ഉയർന്നിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോവുകയും പിന്നീട് ബോട്ടം ലെവലിൽ നിന്നും റിക്കവറി വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ആനന്ദ് റാഠി എന്ന സ്റ്റോക്കിനെ നാളെ ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.